ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഹയാത്താമി. ഇന്ന് നമുക്കൊരു ജേർണൽ കവർ, ഇതുപോലത്തെ ഒരു ജേർണൽ കവർ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ അതിനായിട്ട് ഞാൻ സ്പെഷ്യൽ സാധനങ്ങളൊന്നും അങ്ങനെ എക്സ്ട്രാ വാങ്ങിയിട്ടൊന്നുമില്ല. ജസ്റ്റ് എൻ്റെ വീട്ടിലൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങൾ തന്നെയാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇത് ഒരു ഓൾഡ് ബുക്കാണ്. ആക്ച്വലി നല്ല ഓൾഡാണ്. ഇത് 10 ഇയേഴ്സിൽ കൂടുതൽ പഴക്കമുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇരുന്നിരുന്ന് ഇല്ലാതായി പോയിരുന്നു. അപ്പോൾ ആ ബുക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചോക്ലേറ്റ് റാപ്പേഴ്സ്, ചോക്ലേറ്റ് ഫെററോ റോച്ചറുടെ അതിൻ്റെയൊക്കെ ബോക്സിലുണ്ടായിരുന്നതാണ്. ഞാനിങ്ങനെ കളക്ട് ചെയ്ത് വെക്കും. എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് കളക്ട് ചെയ്ത് വെക്കും. അതെല്ലാം ചോക്ലേറ്റ് റാപ്പേഴ്സാണ്. പിന്നെ ഒരു നമ്മൾ ഈ സ്റ്റിക്ക് ചെയ്യുന്നത്, അതായത് ഡാർക്കായിട്ട് ലൈറ്റ് ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് കളർ വരുമല്ലേ, അതിൻ്റെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ കാർഡ്ബോർഡ് വെഡ്ഡിങ് കാർഡാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ബുക്കിൽ നിന്ന് ഒരു പേപ്പർ കീറിയെടുത്തു. എന്നിട്ട് ഞാനിങ്ങനെ ആക്ച്വലി ലേ ഔട്ട് വെച്ച് നോക്കുകയാണ് ഏതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന്. അപ്പോൾ ബുക്കിൽ നിന്ന് ഒരു പേപ്പർ കീറി, പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല റാപ്പർ, വെതേഴ്സ് ഒറിജിനൽ ചോക്ലേറ്റിൻ്റെ റാപ്പറായിരുന്നു. അതിന് സ്റ്റിക്ക് ചെയ്ത് വെച്ചു. അതിനുശേഷം ചോക്ലേറ്റ് റാപ്പർ എടുത്തു. അതിൻ്റെ പിറകിലായിട്ട് ഇങ്ങനെ ഞാൻ വെച്ച് നോക്കുവാണ് ഏതാണ് ഏറ്റവും സ്യൂട്ടബിൾ എന്ന്. അപ്പോൾ ഇത് ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഇത് മുന്നേ ഞാൻ ചെയ്ത് വെച്ച് 2022 ജേർണൽ ബുക്കാണ്. അതിന് എനിക്കെന്തോ അതിൻ്റെ കവർ എനിക്ക് അത്ര രസമായിട്ട് തോന്നിയില്ല. അപ്പോൾ കുറച്ചൊന്ന് കളർഫുള്ളാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ലെറ്ററിൻ്റെ ഇതാണ് കേട്ടോ, എൻവലപ്പാണ്. പിന്നെ അതിനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മുന്നത്തെ ജേർണൽ ബുക്ക് എടുത്തിട്ട് ജസ്റ്റ് അതിനൊന്ന് പെയിൻ്റ് അടിച്ചു കൊടുത്തു. എന്നിട്ടൊന്ന് ഇച്ചിരി ഭംഗിയായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ മനസ്സിലുള്ളൊരു ലേ ഔട്ട്. ഇതിൽ ഞാൻ ജേർണലെന്ന് എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചു. എനിക്കിങ്ങനത്തെ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഈ ജേർണൽ സെറ്റപ്പ് ചെയ്യുന്നതും. പിന്നെ ഇതുപോലുള്ള ഈ ഐറ്റംസൊക്കെ കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നതും ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അങ്ങനെ ഞാൻ ജേർണലെന്ന് ഇത് ഈ വെഡ്ഡിങ് കാർഡിനൊക്കെ നല്ല പഴക്കമുണ്ട്. ഞാനിതിങ്ങനെ കളക്ട് ചെയ്തൊരു സ്ഥലത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു വിൻറ്റേജ് ലുക്ക് അതിന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തു. പക്ക സ്ട്രെയിറ്റായിട്ട് ഞാൻ എടുത്തില്ല, കുറച്ചൊക്കെ ഇതാക്കിയിട്ട് എടുത്തു. അതാണ് കുറച്ചും കൂടെ ഭംഗിയെന്ന് തോന്നി. എന്നിട്ട് അതിനെ കട്ട് ചെയ്തു. എന്നിട്ട് എൻ്റെ മനസ്സിൽ ഇതിനെ ജസ്റ്റ് വെറുതെ ഒട്ടിക്കണക്കാട്ടി എന്തെങ്കിലും ഒരു കട്ടിയായിട്ടിരിക്കുമ്പോൾ പ്രൊജക്റ്റ് ചെയ്തിരിക്കുമ്പോഴാണ് കുറച്ചും കൂടെ ഭംഗിയെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയയാണ് എൻ്റെ മനസ്സിലുള്ളത്. ബാക്കി പേപ്പേഴ്സൊക്കെ ഞാനിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. അടുത്തൊരു ബോക്സിൽ ഒരു പേപ്പറിൻ്റെ ഇത് കാണുന്നുണ്ടല്ലേ, അത് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ ഇടണമായിരിക്കും. ഞാനൊരു ജേർണൽ കവർ ഇതുപോലെ ചെയ്യാനുള്ളൊരു പ്ലാനിലാണ്. ഇച്ചിരി കൂടെ പണിയുള്ള സംഭവമാണ്. അതെന്തായാലും അപ്ലോഡ് ആക്കാൻ നോക്കാം. അങ്ങനെ ഓരോന്നായിട്ട് ഫെവിക്കോൾ ചൊട്ടിച്ചു കൊടുത്തു.
ചോക്ലേറ്റ് റാപ്പർ എടുത്തപ്പോഴത്തേക്കും ഞാൻ അതിന് ഡബിൾ സൈഡ് ടേപ്പാണ് നല്ലതെന്ന് തോന്നി. അപ്പോൾ ഡബിൾ സൈഡ് ടേപ്പാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തത്. പിന്നെ ഞാൻ മറ്റേ ആ സ്റ്റിക്കേഴ്സിനൊക്കെ ഡബിൾ സൈഡാണ്. പിന്നെ ഇതെനിക്ക് തോന്നി ഇച്ചിരി പ്രൊജക്റ്റായിട്ട് ഇരിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തെർമോക്കോളാണെന്ന്. അപ്പോൾ തെർമോക്കോൾ ബാക്കിൽ കുറച്ച് കട്ടിച്ചു കൊടുത്തു. എന്നിട്ട് അതിന് ഞാൻ എടുത്ത് ഒട്ടിച്ച് കൊടുത്തു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബേഴ്സൊക്കെ ഇപ്പോൾ കുറവാണ്. ഞാൻ കൂടുതലും പെറ്റ്സ് വീഡിയോയിലാണ് ഇടാറ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ജേർണലിങ് സെറ്റപ്പൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു, കുറച്ച് ആർട്ട് വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കൂടെ വേണം. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഗൈസ് നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ.